ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ എക്സ്പയർഡ് ആകുന്നത്. ഡോക്ടർ എന്ന ഡെസിഗ്നേഷൻ, എൻജിനീയർ എന്ന ഡെസിഗ്നേഷൻ, സയൻറ്റിസ്റ്റ് എന്ന ഡെസിഗ്നേഷൻ, പൈലറ്റ് എന്ന ഡെസിഗ്നേഷൻ. 10ാം ക്ലാസ്സിൻ്റെ മാർക്കോ +1 +2 മാർക്കോ ഡിഗ്രിയുടെ മാർക്കോ ഒന്നും അല്ല ജീവിതം തീരുമാനിക്കുന്നത്. എത്ര വിദ്യാർത്ഥികൾക്ക്, എത്ര പേരൻസിനറിയാം +2 പഠിക്കുന്ന സമയത്ത് ഈ 52-ലധികം എൻട്രൻസ് പരീക്ഷകൾ എഴുതാനുണ്ട്. ഒരു തടസ്സം വന്നാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ മുന്നോട്ടൊന്നും ഇല്ലയെന്ന് ചിന്തിക്കുന്ന കുട്ടികളെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ ഒരു സപ്പോർട്ട് കിട്ടി ഇപ്പോൾ അത്ര ഉന്നത പദവികളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. നമസ്കാരം. ടേണിംഗ് പോയിൻ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാഭ്യാസത്തിന് ഇന്ത്യയുടെ സംസ്കാരത്തോളം പ്രാധാന്യമുണ്ട്. സിന്ധു ഗംഗാനദ സംസ്കാരങ്ങളിലൂടെ വളർന്നു വന്ന ഗുരുകുല സമുദായത്തിലൂടെ വളരെയധികം എവോൾവ് ചെയ്യപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംസ്കാരം. ഇന്നും കേരളത്തിൽ ഗുരുകുല സമുദായത്തിൽ ഫോളോ ചെയ്യുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആൽഫ ജീനിയസ്. അതിൻ്റെ സാരഥി റോജർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ഒരുപാട് ചലഞ്ചുകളുള്ള, ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതം നിർണ്ണയിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. അതെ. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താണ്? എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ്. അതായത് ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ എക്സ്പയർഡ് ആകുന്നത്. അത് ശരിക്കും ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉള്ള മുന്നോട്ടുള്ള പഠന സമയത്ത് വലിയ ഡ്രീം ഉണ്ടായിരുന്നു, ജീവിതത്തിൽ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തണമെന്നൊക്കെ. അങ്ങനെ അതിന് ശേഷം പഠനം മുന്നോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് വരെ നമുക്ക് പഠിക്കുന്ന സമയത്ത് വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അങ്ങനെ, ഒരു നാട്ടുംപുറം കുട്ടനാട്ടിലെ പുളുങ്കുന്നിൽ നിന്നാണ്, കുട്ടനാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉയർന്ന ചിന്തകൾ പങ്കുവയ്ക്കുന്ന സിസ്റ്റംസ് ഒന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠനത്തിൻ്റെ സമയത്തൊക്കെ എത്തുമ്പോഴാണ് ജീവിതത്തിലെ ഒരു സ്ട്രഗിളിങ്ങിലേക്കൊക്കെ ചിന്തകൾ വരുന്നത്. കാര്യം എൻ്റെ താഴെ എൻ്റെ സിസ്റ്റേഴ്സ് 2 പേരും ഇളയൊരു അനിയനുമൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ അവരെയും പഠിപ്പിക്കണം, എനിക്കും പഠിക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ മുന്നോട്ടുള്ള പഠനത്തിന് ഒരു ഏണിങ്സും കൂടെ ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ ആ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ഏണിങ്സിന് വേണ്ടി പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി. അന്നൊരു ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിൽ കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്താണ് പഠിക്കാൻ പോകുന്നതിനോടൊപ്പം ചങ്ങനാശ്ശേരി SB കോളേജിലായിരുന്നു പഠിക്കുന്നത്. അമ്മ ജോലിയില്ല, അമ്മ വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പം അങ്ങനെയാണ് ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണിത് തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം ഇളയുള്ളവരെല്ലാം പഠിപ്പിക്കുന്നു. നമ്മുടെ പഠനം വേണം, നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകണം. ഇതെല്ലാം കൂടെ ഉള്ളൊരു സ്ട്രഗിളിങ്ങിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എഡ്യൂക്കേഷന് നമുക്കൊരല്പം സ്റ്റക്കാകുന്നത് പോലെയൊക്കെ വന്നു. എന്നാൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോവുകയും വേണം. ഡിഗ്രി തുടങ്ങി പഠിച്ചു പോകുമ്പോൾ മാത്സ് ആയിരുന്നു. പഠിക്കുന്ന സമയത്തും നമുക്ക് ഉയരങ്ങളിലേക്ക് പോവുകയും വേണം, എന്നാൽ താഴെയുള്ളവരെ പഠിപ്പിക്കാനും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്കതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്തു പോകണം അതിൻ്റെ പാരലായിട്ട് തന്നെ. അങ്ങനെയാണ് അതിൻ്റെ പാരലായിട്ട് നമ്മളൊരു ട്യൂഷൻ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ വീട്ടിൽ തന്നെ 2000 ആലപ്പുഴയിലാണ് നമ്മൾ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ ആൽഫ എന്നൊരു സ്ഥാപനം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി അത് 3-4 കുട്ടികളെ വെച്ച് പഠിപ്പിച്ച് തുടങ്ങി. ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ 26 വർഷം എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് 25,000-ലധികം സ്റ്റുഡൻസ് അവരുടെ ഒരു പ്രൊഫഷണൽ മേഖലകളിലേക്ക്, ജീവിതത്തിൽ അവർ ഉയർന്ന തലങ്ങളിലേക്ക് എത്താനുള്ള മികച്ച ഡെസിഗ്നേഷനിലേക്ക് ആൽഫ അവരെ എത്തിച്ചിട്ടുണ്ട്. ആൽഫ ജീനിയസ് എത്തിച്ചിട്ടുണ്ട്. മികച്ച എന്താ പറയുക, ഒരു ഡെസിഗ്നേഷൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം മേഖലകളുണ്ട്. ഡോക്ടർ എന്ന ഡെസിഗ്നേഷൻ, എൻജിനീയർ എന്ന ഡെസിഗ്നേഷൻ, സയൻറ്റിസ്റ്റ് എന്ന ഡെസിഗ്നേഷൻ, പൈലറ്റ് എന്ന ഡെസിഗ്നേഷൻ, മറൈൻ എഞ്ചിനീയർ എന്ന ഡെസിഗ്നേഷൻ. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും നല്ല
ഒരു ഡെസിഗ്നേഷൻസ് എത്തേണ്ട മേഖലകളിലെല്ലാം, അതായത് നമ്മൾ പഠിപ്പിക്കുന്നത് +1 +2 കാലഘട്ടത്തിൽ, അതായത് ഒരു കുട്ടിയുടെ 16 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകുന്ന 2 വർഷമാണ് +1 +2. നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ വീട്ടിലൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ നീ 10ാം ക്ലാസ്സാണ് നിൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്. അങ്ങനെ 10 പഠിച്ച് കഴിഞ്ഞ് നമ്മൾ +1 +2 എത്തുമ്പോൾ എല്ലാവരും പറയും +1 +2 ആണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. പിന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ പറയും അതാണ് നിങ്ങളുടെ. ശരിക്കും എന്താണ് ഒരു ജീവിതം തീരുമാനിക്കുന്നത്? ശരിക്കും 10ാം ക്ലാസ്സിൻ്റെ മാർക്കോ +1 +2ൻ്റെ മാർക്കോ ഡിഗ്രിയുടെ മാർക്കോ ഒന്നും അല്ല ജീവിതം തീരുമാനിക്കുന്നത്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണകളാണ്. കാരണം ഇതെല്ലാം ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ആണ്. നമുക്കറിയാം, ഒരു +2 കഴിയുന്ന സമയത്ത് +2വിന് നമുക്കൊരു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ 10ാം ക്ലാസ്സിൻ്റെ ഈ ഫുൾ A+, ഫുൾ A1ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നല്ല ഒരു ക്യാമ്പസുകളിലും അഡ്മിഷൻ കിട്ടത്തില്ല. ആ ഒരു റിയാലിറ്റി +2 കഴിയുമ്പോഴേ വിദ്യാർത്ഥികൾ മനസ്സിലാക്കത്തുള്ളൂ. അവിടെ മനസ്സിലാക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ധാരാളം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു, പല പരസ്യങ്ങൾ കാണുന്നു, വിദേശത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഉയർന്ന 50 ലക്ഷവും 60 ലക്ഷവും ലോൺ എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ നമുക്ക് കാണാം. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും റീസണബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പസുകളുടെ ഒരു നിര തന്നെയുണ്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും. ഈ ക്യാമ്പസുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ശരിക്കും പറഞ്ഞാൽ 15ാമത്തെ വയസ്സിലെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അതിലെത്തത്തക്ക രീതിയിൽ വേണം ഒരു 11th 12th പഠിക്കാൻ. ഇപ്പോൾ +2 കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നോർമലി ഒരു വ്യക്തമായ ലക്ഷ്യബോധമില്ലാതെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നു. പക്ഷേ ഈ ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ പോലും ഇപ്പോഴത്തെ നല്ല ഡിഗ്രി ക്യാമ്പസുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ, അല്ലെങ്കിൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ഡിഗ്രി കോഴ്സിന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUET എന്നൊരു എൻട്രൻസ് എക്സാമിനേഷൻ വിൻ ചെയ്യണം. CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ ഒരൊറ്റ പരീക്ഷയിലൂടെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം സീറ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു CUET എക്സാമിനേഷൻ +2 കഴിഞ്ഞാൽ എഴുതണം, അല്ലെ +2 പഠിക്കുന്ന സമയത്ത് എഴുതണമെന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനെ എക്സാമിനെ കുറിച്ച് അറിയത്തില്ല. +2 പഠിക്കുന്ന ഒരു 17ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം എഴുതേണ്ട എക്സാമിനേഷനാണ് NDA എക്സാമിനേഷൻ. NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി, നേവി, എയർഫോഴ്സ്, ഈ 3 സെക്ടറിലെ ഓഫീഷ്യൽ റാങ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതാണ്. ഇതിലേക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവർ ചീഫ് കമാൻഡൻറ്റ് ഓഫീസർ വരെ എത്തുന്ന, അതായത് ആർമിയിലെ, നേവിയിലെ, എയർഫോഴ്സിലെ ഏറ്റവും ചീഫ് ഓഫീസർ വരെ ആകാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് 17ാമത്തെ വയസ്സിൽ ഒരു കുട്ടി എത്തിച്ചേരുകയാണ്. ആ സമയത്ത് ഇവർ +2 കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഉള്ളൊരു പ്രശ്നം, 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാം എഴുതാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് NDAക്ക് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു 2 വർഷം വേണം. ശരിക്കും 10ാം ക്ലാസ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. 10ാം ക്ലാസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. +1 പഠിക്കുന്ന സമയത്ത് എഴുതാം, +2 പഠിക്കുന്ന സമയത്ത് എഴുതാം. ഇത് വിൻ ചെയ്താൽ +2 ശേഷം ഈ ഡെസിഗ്നേഷനിലേക്ക് ഒരു കുട്ടി എത്തുകയാണ്. അതുപോലെ തന്നെ, അതായത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 17ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ 52ലധികം എൻട്രൻസ് പരീക്ഷകളുണ്ട്. നമ്മുടെ കേരളത്തിലെ എത്ര വിദ്യാർത്ഥികൾക്ക്, എത്ര പേരൻസിനറിയാം +2 പഠിക്കുന്ന സമയത്ത് ഈ 52ലധികം എൻട്രൻസ് പരീക്ഷകൾ എഴുതാനുണ്ടെന്ന്? ഒരു +2വിൽ ഒരു 50% മാർക്കോ 75%, 50 to 75% മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ 52 എൻട്രൻസ് പരീക്ഷകൾ എഴുതാം. +2വിൽ ഫുൾ A+ അല്ലെ ഫുൾ A1 100% എന്നൊരു മാർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. 50% മേളിൽ അല്ലെങ്കിൽ 75% മേളിൽ. ഇപ്പോഴത്തെ കാലത്ത് 75% ഒന്നും ഒരു മാർക്കല്ല, ഈസി ആയിട്ട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാം. അവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ വലിയ സംഭവമായിരുന്നു. അതെ. ഇപ്പം ഈ ഫുൾ A+കാരെ നമുക്ക് തട്ടിയിട്ട് നടക്കാൻ വയ്യ. പക്ഷെ ഇവർക്കാണെങ്കിൽ
കാര്യപരമായ ഒരു നോളജും ഇല്ല. ഈ A+ന് അപ്പുറത്തേക്ക് ഇവർക്ക് ഒന്നും. ഇതെങ്ങനെയാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇപ്പം പറഞ്ഞതുപോലെ, അതായത് പണ്ട് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ 80% ആണ്. ആ 80% സ്കോർ ചെയ്യുന്ന 10ാം ക്ലാസ്സിലായിക്കോട്ടെ പ്ലസ് ടുവിലായിക്കോട്ടെ സ്കോർ ചെയ്യുന്ന 1, 2, 3 പേരെ കാണുകയുള്ളൂ ഒരു സ്കൂളിൽ നിന്നും. 60% ഫസ്റ്റ് ക്ലാസ് സ്കോർ ചെയ്യുന്നവരൊരു 10, 15 പേരെ കാണുകയുള്ളായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് A1 A+ എന്ന് പറഞ്ഞാൽ 90% ആണ്. ഈ 90% ഉള്ളവരാണ് മജോറിറ്റി. അതിൽ തന്നെ ഒരു ഇംഗ്ലീഷിന് A+ വാങ്ങുന്ന ഒരു കുട്ടിയോട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൈക്ക് എടുത്തു കൊടുത്തിട്ട് ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സാധിക്കും? എന്തിനാ പിന്നെ ഇവർക്ക് A+ കൊടുക്കുന്നത്? അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും 100% വിജയിച്ചു, 99.999% വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് പേപ്പർ വാല്യുവേഷൻ ഈസിയാണ്. പേപ്പർ വാല്യുവേഷൻ വാർത്ത വെച്ചാൽ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടും. അത് എന്ത് പണ്ടത്തരം എഴുതിയാലോ അല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഫെയിലിയർ വേണം. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ അതൊന്നും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പണ്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 9th വിൻ ചെയ്താൽ മാത്രമേ എൻട്രി കിട്ടത്തുള്ളായിരുന്നു. ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒന്നുകൂടെ പഠിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമായിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം വന്നാൽ ഞാൻ ഒന്നുകൂടെ പരിശ്രമിച്ചാൽ ജയിക്കുമെന്നൊരു പാഠം അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. 2, എൻ്റെ മിസ്റ്റേക്കുകളെ ഞാൻ കറക്റ്റ് ചെയ്യണമെന്നൊരു പാഠം പഠിക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 2026 2 നീറ്റ് പരീക്ഷ നടന്നു. ആദ്യം ഒരു നീറ്റ് നടന്നു. ആ നീറ്റ് നടന്നതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ട് ആയതിനു ശേഷം ഇപ്പോൾ റീനീറ്റ് നടന്നു. ജൂൺ 21 ഇപ്പോൾ പരീക്ഷ നടന്നു. അപ്പം ഈ ഫസ്റ്റ് എക്സാം ക്യാൻസൽ ചെയ്ത് സെക്കൻഡ് എക്സാം നടക്കുന്നതിനിടയ്ക്കുള്ള ഇൻ ബിറ്റ്വീനുള്ള ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് 30-ന് മുകളിൽ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിലും 3-4 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. എന്തുകൊണ്ട്? ഒരു പരാജയം വന്നാൽ, ഒരു തടസ്സം വന്നാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ മുന്നോട്ടൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇതിലൊരു വലിയൊരു ചോദ്യം, ഇതൊരു സിറ്റുവേഷനാണ്, ഇത് ഭയങ്കരമായിട്ട് കേരളത്തിലുള്ള ഒരു സാഹചര്യമാണ്. ഇതിനെ ആൽഫ ജീനിയസ് എങ്ങനെയാണ് നേരിടുന്നത്? ആൽഫ ജീനിയസ് നേരിടുന്നത്, ആൽഫ ജീനിയസിൻ്റെ ഒരു എഡ്യൂക്കേഷൻ നിൽക്കുന്നത് 11th 12th എന്ന് പറയുന്ന പീരീഡിലാണ്. ഒരു കുട്ടിയുടെ 16-17 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 വർഷമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതൊരു മാർക്കല്ല, തെറ്റിദ്ധാരണ മനസ്സിലായി. +2 മാർക്കല്ല ടേണിംഗ് പോയിൻ്റ്. പകരം ഈ 2 വർഷമാണ്. ഈ 2 വർഷത്തിൽ +2 നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 75% to 100% ഒരു കുട്ടി സ്കോർ ചെയ്യണം. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ CBSE പഠിച്ചാലും സ്റ്റേറ്റ് പഠിച്ചാലും ISC പഠിച്ചാലും ഒക്കെ ഈ ഒരു 75 to 80% മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഈസി. പക്ഷേ അതിനേക്കാട്ടിലുപരി ആ +2 പഠിക്കുന്ന സമയത്ത് അവർ ഒരു ഏവിയേഷൻ മേഖലയിൽ പോകണമെന്നൊരു കുട്ടിയെ ഡ്രീം സെറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു പൈലറ്റ് ആകണം, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ +2 പഠിക്കുന്ന 17ാമത്തെ വയസ്സിൽ AME CT എന്നൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഒരു മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഒരു കുട്ടി പോകണമെന്ന് ആഗ്രഹിച്ചാൽ ആ കുട്ടിക്ക് 17ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയത്ത് IMU CET ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണം, ഒരു മികച്ച പൊസിഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി NDA നടത്തുന്ന NCHM എന്നൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം 17ാമത്തെ വയസ്സിൽ. NCET എന്നൊരു എക്സാമിനേഷനുണ്ട്. NCET എന്നൊരു എക്സാമിനേഷൻ 17ാമത്തെ വയസ്സിൽ എഴുതേണ്ടതാണ്. ഈ ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ITEP എന്ന് പറയും. ITEP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ടീച്ചിങ് മേഖലയിൽ അതല്ല, ടീച്ചിങ് മേഖലയിൽ പോകുന്നതിൻ്റെ അല്ല, നോർമലി നമ്മുടെ കുട്ടികളുടെ മനസ്സിരിക്കുന്ന ടീച്ചിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ +2 കഴിയുക, ഒരു ഡിഗ്രി എടുക്കുക, B.Ed എടുക്കുക. നമുക്കറിയാം ഡിഗ്രി എടുക്കണമെങ്കിൽ 4 വർഷം, B.Ed എടുക്കണമെങ്കിൽ 2 വർഷം, 6 വർഷം. പക്ഷേ ഈ NCET എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന ഈ ITEP എന്ന് പറഞ്ഞ 4 വർഷത്തെ ഒരു കോഴ്സാണ്. ഇത് പഠിക്കുന്നത് IIT-കളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി + B.Ed 4 വർഷം കൊണ്ട് തീരുകയാണ്. 2 വർഷമാണ് ലാഭിക്കുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ 2 വർഷം ലാഭിക്കാം. എന്ത് ചെയ്താൽ മതി? 17ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി ഒന്ന് ജയിച്ചാൽ മതി. അതുപോലെ UCയുടെ എന്നൊരു എക്സാമിനേഷൻ ഉണ്ട് 17ാമത്തെ വയസ്സിൽ എഴുതാൻ. അത് എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിസൈനിങ് ക്യാമ്പസുകളിൽ
NIFT എന്നൊരു എക്സാമിനേഷൻ ഉണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഫാഷൻ ടെക്നോളജിയുടെ മേഖലകളിലേക്ക്. JEE എന്നൊരു എക്സാമിനേഷനും കുസാറ്റ്, കീം പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റേതായ മേഖലകളിൽ. നീറ്റ് എന്നൊരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മെഡിക്കലിൻ്റെ സെക്ടറിലുള്ള വിവിധ ഇങ്ങനെ ഒരു കുട്ടിയും പേരൻറ്റും മനസ്സിലാക്കിയിരിക്കേണ്ട ധാരാളം എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകളാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഡെസിഗ്നേഷൻ തീരുമാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി 17ാമത്തെ വയസ്സിൽ +2 കഴിയുമ്പം നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന 60 വർഷക്കാലം ഈ കുട്ടി നേഴ്സാണ് അല്ലേ? അതെ അതെ. +2 കഴിഞ്ഞ് ഒരു പൈലറ്റ് ആകുന്ന ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ലൈഫ് ലോങ് പൈലറ്റാണ്. +2 കഴിഞ്ഞ് ഒരു MBBS അഡ്മിഷൻ കിട്ടിയാൽ ലൈഫ് ലോങ് ഡോക്ടറാണ്. +2 കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയാൽ ലൈഫ് ലോങ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് കാല് കുത്തുന്ന ഒരു ക്യാമ്പസ്, ഒരു കോഴ്സാണ് 60 വർഷക്കാലം ആ കുട്ടി ആരെന്ന് തീരുമാനിക്കുന്നത്. എങ്കിൽ +2വിൻ്റെ മാർക്കല്ല അവിടെ വേണ്ടത്. ഈ 2 വർഷം കൊണ്ട് ആ ഡെസിഗ്നേഷനിലേക്ക് എത്താൻ വേണ്ട പക്വതയും പാകതയും എഡ്യൂക്കേഷനും അതിന് വേണ്ട സ്കില്ലും ഒരുക്കി കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ് വേണ്ടത്. അതാണ് ആൽഫ ജീനിയസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൽഫ ജീനിയസ് എന്ന് പറഞ്ഞാൽ വെറുതെ മാർക്ക് മേടിപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല, വെറുതെ ഒരു കോമ്പറ്റീപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ചേർത്ത് പറയാണ്, കഴിഞ്ഞ 26 വർഷമായി എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്നത്. അറിയാം, എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്വാമിക്ക് ഒരു മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്. നമ്മളൊരു സ്കൂളിൽ കൊണ്ട് ചേർത്താൽ നമ്മുടെ ഒരു സ്വപ്നമാണ് ആ കുഞ്ഞ് അല്ലേ? ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവരെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുക, മികച്ച ഡെസിഗ്നേഷനിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ എത്രയും കഷ്ടപ്പെടും അല്ലേ? എന്തെല്ലാം വേണേലും ത്യജിക്കും. അതാണ് ലൈഫ് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല അവൻ്റെ സ്കില്ല്. ഇപ്പം നമ്മുടെ സ്കൂളിൽ ആ 240 സ്റ്റുഡൻസിനെ മാത്രമാണ് ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്നത്. അതിൽ കൂടുതൽ അഡ്മിഷൻ എടുക്കത്തില്ല. 1,00,000 കുട്ടികൾ വന്നാലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് 240 കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം ഒരു ക്ലാസ് റൂമിൽ 40 കുട്ടികൾ, അവരെ നോക്കാൻ 40 കുട്ടികളെ നോക്കാൻ ഒരു മെൻറ്റർ മുതൽ സെക്യൂരിറ്റി മുതൽ ടീച്ചിങ് പ്രൊഫഷനിലെ ഏറ്റവും മികച്ച അധ്യാപകർ മുതലുള്ള ഒരു സിസ്റ്റം. അതായത് അവിടെ നമുക്ക് വേണ്ടത് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് വേണ്ടത്. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ വെക്കാൻ പറ്റുന്ന, ഏറ്റവും നല്ല ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസും ഫെസിലിറ്റികളും ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഇല്ലേ? ഇപ്പോൾ കേരളത്തിൽ 1,00,000 ആൾക്കാരെ 50,000 ആൾക്കാരെയൊക്കെ ഒറ്റയടിക്ക് ഈ പല കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഇഷ്ടം പോലെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുക, റെക്കോർഡഡ് ക്ലാസ് എടുക്കുക, ഇതിലൂടെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ ഭയങ്കരമായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു കോൺട്രാഡിക്ടറി അല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്ന രാജു നാരായണ സ്വാമി എന്ന ഒരു കൊച്ചു പയ്യൻ. ഇപ്പം നമുക്കറിയാം IAS ഈ തൊട്ട പരീക്ഷകളിലെല്ലാം ഫസ്റ്റ് റാങ്ക് വാങ്ങി വന്ന് IASൻ്റെ മേഖലയിലെത്തി ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് രാജു നാരായണ സ്വാമി. ഞാൻ ഒരു രാജു നാരായണ സ്വാമി എന്ന റെസ്പെക്റ്റഡ് പേഴ്സണെ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ആയിരക്കണക്കിന് മികച്ച വിദ്യാർത്ഥികൾ എവിടെയുണ്ട്. നമ്മൾ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും റാങ്ക് കിട്ടുന്നവർ. ഒന്നും ചെയ്യണ്ട, അവർ പഠിച്ചോളും. അവർ ഇൻബോൺ ടാലൻ്റ് ഉള്ളവരാണ്, ഒരു സ്കില്ലുള്ളവരാണ്. അവരെഴുതുന്ന പരീക്ഷകൾ ജനിച്ച കാലം മുതൽ, അല്ലാതെ +2 എത്തുമ്പോഴല്ല, ജനിച്ച കാലം മുതൽ എഴുതിയ പരീക്ഷകളിലെല്ലാം റാങ്ക് വാങ്ങി വരുന്ന കുട്ടികളുണ്ട്. ഇതേപോലുള്ള കുട്ടികളെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു കാര്യം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെയ്താൽ മതി. നമുക്ക് 1,00,000 കുട്ടികളെ പഠിപ്പിക്കാൻ ധാരാളം ബ്രാഞ്ചുകൾ. അപ്പോൾ നമ്മൾ 1,00,000 കുട്ടികളെ നമ്മൾ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഇപ്പോൾ പറഞ്ഞതുപോലെ തൊടുപുഴയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ദുബായിലും എല്ലാമായി ധാരാളം ബ്രാഞ്ചുകളിട്ട് പഠിപ്പിച്ചാൽ 1,00,000 കുട്ടികൾ നമ്മളിലേക്ക് ജോയിൻ ചെയ്താൽ ഈ 1,00,000-ൻ്റെ ഒരു 1000 കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും റാങ്ക് കിട്ടുന്ന കുട്ടികളായിരിക്കും. ആ 1,00,000 കുട്ടികളെ നമ്മളൊന്ന് തിരഞ്ഞെടുത്തിട്ട് അവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്താൽ അവർ റാങ്ക് മേടിക്കും. അത് വെച്ച് TV-യിലും പരസ്യം, പത്രത്തിലും പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് പോലെ ഇതങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ അവിടെ പരാജയപ്പെടുന്ന 99,000 കുട്ടികളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ പരസ്യത്തിൻ്റെ അതിപ്രസരത്തിലൂടെ അവിടെ ഫെയിലാക്കപ്പെടുന്ന 99,000 കുട്ടികളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ഓരോ പേരൻസിൻ്റെ സ്വപ്നമാണ്, അതൊക്കെ ഓരോ കുട്ടികളുടെയും ജീവിതമാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന കുട്ടികളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങണം. അത് എഡ്യൂക്കേഷനെ ബിസിനസ് ആക്കാൻ പാടില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷനെ ബിസിനസ് ആക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വരുന്നത്, കാരണം എഡ്യൂക്കേഷൻ ഒട്ടും ചീപ്പല്ല.
അതെ. കേരളത്തിലെ ഒരു സാമാന്യമുള്ള ഒരു സാധാരണക്കാരൻ ഒരു 50,000 60,000 രൂപ പോലും മാസം കിട്ടുന്ന അത് വളരെ കുറച്ച് ആളുകളാണ്. ഒരുപാട് ആളുകളുടെ സാലറി എന്ന് പറയുന്നത് 20,000 30,000 ഇടയിലാണ്. അതെ. ഇവർക്ക് അഫോർഡബിൾ ആണോ ആൽഫ ജിനീസ്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 240 കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ ഏറ്റവും റീസണബിൾ ഫീസിൽ, ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിലും സ്കൂൾ ഫീസ് ആണെങ്കിലും അവർക്കുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും റീസണബിൾ ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മുടെ സ്കൂളിൽ 240 കുട്ടികളെ ഒരു അക്കാഡമിക് ഇയറിൽ ഇൻടേക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു 30 to 40 സ്റ്റുഡൻസിനെ നമ്മൾ സ്കോളർഷിപ്പോടുകൂടിയാണ് പഠിപ്പിക്കുന്നത്. മെറിറ്റ് ഉണ്ടോ, പഠിക്കാൻ താല്പര്യം കഴിവുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കും. യെസ്, പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല എഡ്യൂക്കേഷണലിസ്റ്റ് ആണ് എന്നതിനൊപ്പം തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ചാരിറ്റിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. കാരണം നമ്മളൊരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റൊരു കൈ അറിയില്ല എന്ന് പറയുന്ന പോലെ അതിന് ബ്രാൻഡ്, ഇപ്പം പുതിയ കാലഘട്ടത്തിൽ ചാരിറ്റി പോലും വലിയൊരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഇതൊന്നും ബ്രാൻഡ് ചെയ്യാതെ വളരെയധികം സാമൂഹ്യ പ്രവർത്തനം ആലപ്പുഴയുടെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളൊരു ടീച്ചിങ് ആണ് പ്രൊഫഷൻ, ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ആ മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 25,000-ഓളം കുട്ടികൾ ഇതുവരെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻജിനീയറിംഗ് മേഖലയിലും മെഡിക്കൽ സെക്ടറിലും സയൻറ്റിസ്റ്റ് എന്ന ഡെസിഗ്നേഷനിലും പിന്നെ ഏതൊരു മേഖല എടുത്താലും അത് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലകളോ മെഡിക്കൽ പാരാമെഡിക്കൽ സെക്ടറുകൾ, നേഴ്സിംഗ് സെക്ടറുകൾ, ഇങ്ങനെ ധാരാളം വിദ്യാർത്ഥികൾ നല്ല നല്ല പൊസിഷനിൽ പഠിക്കുമ്പോൾ അഭിമാനത്തോടെ പേരെടുത്ത് പറയാവുന്ന പേരുകളുണ്ട്. പക്ഷേ നമ്മളത് പറയുന്നത് ശരിയല്ല. പക്ഷെ ഇതിലൊക്കെ നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികളും സൗജന്യമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരാണ്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. ആ പൊസിഷനിലിരിക്കുന്ന വ്യക്തി പഠിക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ നമ്മുടെ ഒരിക്കൽ വന്ന് നമ്മുടെ ഒരു സപ്പോർട്ട് കിട്ടി ഇപ്പോൾ അത്ര ഉന്നത പദവികളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ഇവരെല്ലാം ഈ നന്ദി നമ്മളോട് തിരിച്ചു കാണിക്കാറുണ്ടോ? എല്ലാവരും ഇല്ല. നമുക്ക് സമൂഹത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു 10% എത്രയധികം കെയർ കിട്ടിപ്പോയതാണെങ്കിലും എത്ര സൗജന്യത്തോടെ പോയതാണെങ്കിലും അതിലൊരു 10% ആൾക്കാർ നമ്മളെ ഓർക്കും, വന്ന വഴികൾ ഓർക്കും, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ബാക്കി 90% ഇതൊക്കെ എൻ്റെ മിടുക്ക് കൊണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകും. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക, അടുത്തത് നമ്മളിലേക്ക് വരുന്നവരെ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനോടൊപ്പം നമ്മളൊരു സോഷ്യൽ ഒരു ലൈഫ് നമുക്കുണ്ട് അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പല മേഖലകളിൽ അത് പല ക്ലബ്ബുകളാവാം, റോട്ടറി ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകളാവാം, ആലപ്പുഴയിലുള്ള രാമവർമ്മ ക്ലബ്ബ്, അല്ലെങ്കിൽ JC എന്ന പ്രസ്ഥാനം, അതുപോലെ നമ്മുടെ തന്നെ താമസിക്കുന്ന സ്ഥലത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം മറ്റുള്ളവരെ കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾ. നാളെ ഒരിക്കൽ നമുക്കും മറ്റുള്ള ആൾ കൈത്താങ്ങേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആപത്തുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് പോകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, അത് ഇപ്പം പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഒത്തിരി അഭിമാനം തോന്നുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരും, ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ചെറുതൊന്നുമല്ല. ഞാനൊരു ഫാമിലി മാനാണ്. വൈഫ് ജിൻസി അതിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടായി. പിന്നെ അതിനുശേഷം 3 മക്കൾ. മൂത്തയാളിപ്പോൾ +1 പഠിക്കുന്നു, റോസ്മരിയ എന്ന പേര്. രണ്ടാമത്തെ ആൾ 10th പഠിക്കുന്നു, ഏഞ്ചലിൻ. മൂന്നാമത്തെ ആൾ ഇവാഞ്ചലിൻ, ഇപ്പോൾ 8th ക്ലാസ്സിൽ പഠിക്കുന്നു. അവരോടും കൂടെ ചേർന്ന് നിന്ന് അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു എൻകറേജ്മെൻറ്റും എനിക്ക് വരുന്ന മിസ്റ്റേക്കുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്തിയും ഒക്കെ പോകുന്നത് കൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന റിസൾട്ട് കൊടുക്കുന്ന ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു നല്ല ക്യാമ്പസ് ആലപ്പുഴയിൽ മാത്രമായിട്ട് ഇപ്പം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആലപ്പുഴയിൽ മാത്രമല്ല, അതിലൊരു ചേഞ്ച് വന്നു. ബ്രാഞ്ചില്ല എന്നൊരു പൊസിഷനിൽ നിന്നും. അതിൻ്റെ കാരണം ആലപ്പുഴയിലെ നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ 5 ഏക്കറിൽ നിൽക്കുന്ന ഒരു 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല ഒരു പഠിക്കാൻ കുട്ടികൾക്കൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പസാണ് ആലപ്പുഴയിൽ. ഒരു 600 കുട്ടികളാണ് അവിടെ താമസിച്ച് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു നല്ല സിസ്റ്റത്തിൽ. അപ്പം ഈ കഴിഞ്ഞ 2025
240 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000-ഓളം കുട്ടികളുടെ ആപ്ലിക്കേഷനാണ് സെയിലായത്. അപ്പോൾ ഈ 1000-ഓളം കുട്ടികൾ ആപ്ലിക്കേഷൻ വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് 240 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട്, പാലക്കാട് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരാൾക്ക് പോലും നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മുടെ ഒരു സിസ്റ്റമായി, എല്ലാം നമ്മുടെ ടീച്ചേഴ്സ്, അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എല്ലാം സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസം ആലപ്പുഴയിലും ഇപ്പോൾ ആ ഏരിയയിൽ മലബാർ റീജിയനിലെ കുട്ടികൾക്ക് നമ്മുടെ ഒരു ക്വാളിറ്റിയിലുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽസിൻ്റെയും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒന്ന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മളിപ്പോൾ മലപ്പുറത്ത് സ്റ്റാർട്ട് ടെക്നോളജി ശരിക്കും ഡെവലപ്പ് ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പം വളരെ പെട്ടെന്ന് നമുക്കൊന്ന് യാത്ര തന്നെ വന്ദേ ഭാരത് ട്രെയിനിൽ 3 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. വീഡിയോ കോളിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റിയോടെ നമുക്ക് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചിട്ടാണ് രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് എന്നുള്ളത് മലപ്പുറത്ത് കോട്ടയ്ക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ചെറുതായിട്ട് നമ്മൾ തുടങ്ങി ഒരു നല്ല പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ബ്രാഞ്ച്. കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ എന്താ പറയുക, ആൽഫ ജീനിയസിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊന്നും കേൾക്കാത്ത ഒരുപാട് പേരുകൾ എന്നും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു 10 കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയോടും ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്നല്ല, കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ പോയി ധാരാളം കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ, പല മീഡിയയുടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു ട്രെയിനറായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ ചെല്ലുമ്പോൾ 10ാം ക്ലാസ് കഴിയുന്ന അല്ലെങ്കിൽ 11th 12th പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് മക്കളെ നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർക്കൊരു ആൻസർ അറിയില്ല. ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് അവർക്കറിയില്ല. കുറേയധികം കുട്ടികൾ പറയുന്നത് അറിവ് നേടാനാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടാണ്. അത് എന്ത് ജോലി എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഓക്കെ, ഒരു CBIയിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ BTech കഴിയുന്ന ഒരാൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയർ പോസ്റ്റിലെത്താൻ അവരെഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ഏതാണ്, ആ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ BTech തന്നെ 50ഓളം ബ്രാഞ്ചുകളുണ്ട്. ആ 50 ബ്രാഞ്ചിൽ 4 ബ്രാഞ്ച് പഠിക്കുന്നവർക്ക് മാത്രമേ UPSC നടത്തുന്ന അങ്ങനൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കത്തുള്ളൂ. അത് ഒരു BTech എടുക്കുന്ന ആർക്കറിയാം ഇങ്ങനൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെന്നും അത് എഴുതണമെങ്കിൽ ഈ കോർ കോഴ്സുകളായ ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ സിവിലോ ഇലക്ട്രിക്കലോ എടുക്കുന്നവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ എന്നും അറിയത്തില്ല. അപ്പോൾ 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിയോട് പറയാനുള്ളത്, മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡെസിഗ്നേഷൻ തീരുമാനിക്കുന്ന ഒരു 60 വർഷം പാഷനേറ്റായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസിഗ്നേഷൻ നേടാനുള്ള നല്ല എഡ്യൂക്കേഷൻ 11th 12th നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ആൽഫ ജീനിയസിലാണെങ്കിൽ +2 ജയിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടും എന്നുള്ളതല്ല, ഏത് എൻട്രൻസ് എഴുതാനുള്ളൊരു കഴിവ് ഈ കുട്ടിക്കുണ്ട്. ഈ കുട്ടി പൈലറ്റ് ആകാൻ പോകേണ്ട മേഖലയിലേക്കുള്ളതാണോ, ഒരു അഡ്വക്കേറ്റ് ആകാൻ പോകേണ്ട ഒരു മേഖലയിലേക്കുള്ള ആളാണോ, അതോ എൻജിനീയറിംഗ് മേഖലയിൽ പോകേണ്ടതാണോ, മെഡിക്കൽ മേഖലയിൽ പോകേണ്ടതാണോ, അങ്ങനെ അവരുടെ സ്കിൽ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് വേണ്ട ഒരു ട്രെയിനിങ് കൂടെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലൊരു സിസ്റ്റം നിങ്ങൾ എവിടെ ആയാലും മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ജീവിതത്തിലെ ഏത് മേഖലയിൽ എത്തിയാലും നല്ല ഒരു ഹൈ സാലറി വേണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. എനിക്കൊരു ഡോക്ടർ ആകുന്നത് നല്ല സാലറി കിട്ടാനാണ്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആകുന്നത് നല്ല സാലറി കിട്ടാൻ, എല്ലാവർക്കും അതാണ് ആഗ്രഹം. നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ചെന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും മികച്ച ഒരു ക്യാമറമാൻ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ സാലറി കിട്ടണമെന്ന്. അപ്പോൾ ഈ സാലറി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മേഖലയിൽ നമുക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പം നമുക്കൊരു വലിയ സാലറി കിട്ടണം അല്ലെങ്കിൽ അതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഡ്രീമിനനുസരിച്ചുള്ള ഒരു ഡെസിഗ്നേഷൻ നമ്മൾ തീരുമാനിച്ചിട്ട് അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു കുട്ടിയെ പഠിപ്പിക്കണം. മനസ്സിലായി? അപ്പോൾ പെർഫോമൻസ് ബെസ്റ്റ് ആയാൽ എന്തായിക്കോളും, നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൂടും. പെർഫോമൻസ് ബെസ്റ്റ് ആയാൽ നമുക്ക് മാർക്കറ്റ് വാല്യൂ കൂടുന്നയാൾക്ക്
മണി വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. മണി വാല്യൂ കൂടി. അപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നല്ലൊരു പെർഫോമർ ആവണം, ഞാനൊരു നല്ല മനുഷ്യനാവണം എന്ന് ആഗ്രഹിച്ചാൽ മതി. അതിന് വേണ്ട കാര്യങ്ങൾ അതാ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നതിനകത്ത് പെർഫോമൻസ് കൂട്ടണം. ഞാൻ ഒരു എവിടെ എത്തണം എന്നുള്ള ഡെസിഗ്നേഷനിൽ എത്തണം എന്നുള്ള കാര്യത്തിനകത്ത് പെർഫോമൻസ് കൂട്ടണം. ഓക്കെ, അപ്പം സ്കില്ലിനെയും പെർഫോമൻസിനെയും ബെസ്റ്റാക്കിയ ക്യാരക്ടറിനെ അതിനോടൊപ്പം തന്നെ പാരലായിട്ട് ഇപ്പോൾ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ 2 വിങ്സാണ് നമുക്കുള്ളത്. ഒന്ന് ക്യാരക്ടറും ഒന്ന് കാലിബറും. കാലിബർ എഡ്യൂക്കേഷനിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം ക്യാരക്ടറും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം. ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മളിലേക്ക് എത്തിച്ചാൽ തീർച്ചയായും നമ്മൾ ആ ചിറകുകൾ ഉപയോഗിച്ച് പറന്നുയരുന്ന കുട്ടികളായിട്ട് അവർ മാറ്റപ്പെടും. അതിന് വേണ്ട ഒരു ഫോർമേഷൻ റൈറ്റ് ടൈമിൽ റൈറ്റ് പാറ്റേണിൽ കൊടുക്കുകയാണ് ആൽഫ ജീനിയസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം കേട്ടത് ആൽഫ ജീനിയസിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. 10ഓ +2ഓ ഡിഗ്രിയോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അഭിരുചികളെ നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ച് അതിനെ കഴിവാക്കി അല്ലെങ്കിൽ അതിനെ ഒരു സ്കില്ലാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം തീരുമാനിക്കുന്നത് നിങ്ങളാണ്, മറ്റു ബന്ധുക്കളോ ഫാമിലിയോ ഒന്നുമല്ല. അതുകൊണ്ട് 10ഉം +2ഉം ഒന്നുമല്ല, പരാജയങ്ങളെ നേരിട്ട് ജീവിത വിജയത്തിലേക്ക് നടക്കാനുള്ള നിങ്ങളുടെ തീഷ്ണതയാണ്. നന്ദി, നമസ്കാരം.